പേടിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? പേടിച്ച് തന്നെ ജീവിക്കല്. ഒച്ച കേട്ടാലും അങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങാലും അങ്ങനെ വളരെ ചുരുക്കമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അത് അവിടെ ഒരു കളത്തിൽ ഞാൻ ഇതുപോലെ കാവലായിരുന്നു കാപ്പിക്ക്. അവിടെ വന്നിട്ട് ആന കളത്തിൽ കൂടി കാപ്പിയെല്ലാം താട്ടി കളഞ്ഞ്. കാപ്പി തട്ടിക്കളഞ്ഞോ? കാപ്പി കളത്തിൽ കുറച്ച് താഴെ. അങ്ങനെ ഒരു ദിവസം രാത്രി ആന വന്നിട്ട് കളത്തിൽ കയറി വന്നു. അപ്പോൾ പട്ടിയുണ്ട് എൻ്റെ അടുത്ത്. പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നതുകൊണ്ട് എന്താക്കി ആന നേരെ ഓട്ടിങ് വന്നാൻ. ഞാൻ പിന്നെ ഓടി കഴിഞ്ഞു. അല്ലേ? മുമ്പിലൊക്കെ വിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഓടി. അവിടെ പിന്നെ 2 കളമാണ്. അതുകൊണ്ട് പിന്നെ ഒരു കളം താഴെ ഒരു കളം മേലെയാണ്. താഴത്തെ കളത്തിലായിരുന്നു ആന. ഞാൻ മേലത്തെ കളത്തിലായിരുന്നു. അത് കാരണം പെട്ടെന്ന് എനിക്ക് മേലത്തെ കളത്തിലേക്ക് കയറാൻ പറ്റില്ല. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് പനവല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. കാട്ടാനശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പനവല്ലി എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ കാപ്പി തോട്ടങ്ങളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. നമ്മൾ പല പ്രാവശ്യം പല വീഡിയോസിൽ നമ്മൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ കടുവ പ്രശ്നമായിട്ടും ഒക്കെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ആനപ്രശ്നമായിട്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു പ്രദേശത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പനവല്ലി സ്ഥിരമായിട്ട് ആനപ്രശ്നം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല മുഴുവൻ കാപ്പി എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും സ്ഥിരമായിട്ട് ഇവിടെ ആന വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളുടെ പറമ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അവരോട് നമുക്കിതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നേരിട്ട് ഒന്ന് ചോദിച്ച് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അണ്ണൻ. ഇത് ആരുടെയാണ് ശരിക്കും സ്ഥലം? ഇത് 5 ഏക്കർ ജോർജ് എന്ന് പറയും. അറുകാക്കൽ ജോർജ്. പുള്ളി ഇവിടെ ഇല്ല? പുള്ളി ഇവിടെ ഇല്ല. പുള്ളി ഇവിടെ ചേലൂരാണ് അയാൾ താമസിക്കുന്നല്ലേ? ഇവിടെ എന്തേലും ഉണ്ട് സ്ഥലം? ഇവിടെ 5 ഏക്കർ. 5 ഏക്കർ. മൊത്തം കാപ്പിയാണോ? മൊത്തം കാപ്പിയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ ഈ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ? വന്യമൃഗ രൂക്ഷമാണ്. എല്ലാ ദിവസവും പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ആനയും കടുവയും എല്ലാം വരുന്ന പ്രദേശമാണ്. കടുവയും വരുന്നുണ്ടോ? കടുവയും വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇതിലെല്ലാം വന്ന് സ്വീപ്പാക്കിയിട്ട് അവർ കൂട് വെച്ച് പിടിച്ചിട്ട് പോവല്ലേ. അത് എത്ര നാളായി? അതിപ്പോൾ ഒരു 5-6 മാസമായി. ആണോ? ഇവിടുന്ന് കൂട് വെച്ച് പിടിച്ചു? ഇവിടെ കൂട് വെച്ച്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഇവിടെ പള്ളിത്തോട്ടമുണ്ട്. ആ പള്ളിത്തോട്ടത്തിൽ വെച്ചതിന് ശേഷമാണ് കിട്ടിയത് കൂടിയ. ഇതിലെ ഈ പറമ്പിൽ കിടക്ക് വന്നിട്ടുണ്ട്? ഈ പറമ്പിൽ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ പട്ടീനടക്കം കൊണ്ടുപോയില്ലേ? ഇവിടുത്തെ പട്ടീനെ കൊണ്ടുപോയി? ഇവിടുത്തെ പട്ടീനടക്കം കൊണ്ടുപോയി. കടുവ ഇവിടുന്ന് ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ട്? എന്ത് കടുവേനെ കണ്ടില്ല. ഇല്ലല്ലേ? കണ്ടില്ല. പട്ടീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? പിന്നെ ആനയുടെയോ? ആന അങ്ങനെ സ്ഥിരം വരും. അങ്ങനെ പോകും. എല്ലാ ദിവസവും വരും? മിക്കവാറും ഇപ്പോൾ 2 ദിവസമായി കാണാത്തോളൂ. അല്ലേ? എല്ലാ ദിവസവും വരും. വന്നിട്ട് എന്തൊക്കെയാണ് നശിപ്പിക്കും? കാപ്പിയാണ് നശിപ്പിക്കും. ചക്ക കാപ്പിയിട്ടാണ് വരുന്നത്. മെയിനായിട്ട് ചക്കയാണ്. ചക്കയുണ്ടോ? ചക്കയുണ്ട് കുറച്ച്. ചക്കയാണ് മെയിൻ പ്രശ്നം. പ്ലാവ് ഒടിച്ചു കളയോ? ഒടിച്ചു കളി. കുലുക്കിയെല്ലാം ചാടിച്ചിടും. എന്നിട്ട് പറമ്പ് കൂടെ നടന്നാലും പെറുക്കിയുള്ള കാപ്പി മുഴുവൻ കളഞ്ഞ് അങ്ങ് പോകും. അല്ലേ? അതൊന്ന് കാണിച്ചോ. ഈ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലല്ലേ? വർഷത്തിൽ ഒരിക്കലല്ലേ? ഒരിക്കലും. ഇതല്ല ഇപ്പം നമ്മൾ വെള്ളമടിച്ച് പൂപ്പിച്ചത് ആണല്ലേ? വെള്ളമടിച്ച് പൂപ്പിച്ച് പിന്നെ നനച്ചു കൊടുക്കുന്നുണ്ടല്ലേ? ഇതിപ്പോൾ നനവുള്ളല്ലേ? രണ്ടാമത്തെ റൗണ്ട് ഇങ്ങനെ നനച്ചോണ്ട് വരുന്ന. ഇതന്നെ കരിഞ്ഞു പോയത്? ഇത് പൂത്ത് കരിഞ്ഞതാണ്. അങ്ങനെ പൂത്ത് കരിഞ്ഞു പോകും? കരിയണം. പൂത്ത് കരിയണം. എന്നാലേ അത് കാപ്പി പിടിക്കുള്ളൂ. മഴ പെയ്യാത്തോണ്ട് നനച്ചു കൊടുക്കും അല്ലേ? മഴ പെയ്യാത്തോണ്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. വേനലിപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടനാണ് ഇവിടെ ഈ തോട്ടം നോക്കുന്നത് ഞാനല്ലേ? എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 4-5 വർഷമായി. ആണല്ലേ? അതിന് മുമ്പ് വേറെ ആളായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്? ഇവിടെയോ? ഇല്ല, ഞാൻ കുടുംബം ആണല്ലേ? ഇവിടെ താമസിക്കുന്നല്ലേ? ഇപ്പോൾ രാത്രി ആന വരുമ്പോൾ മനസ്സിലാവും? വരുമ്പോൾ മനസ്സിലാവും. പട്ടി ഉണ്ടെങ്കിൽ പട്ടി വരിക്കും. അപ്പോൾ ഒറ്റാക്കും. ഇപ്പോൾ പട്ടി ഉണ്ടോ? പട്ടിയുണ്ട്. ഇതുണ്ട്. അതിലൊക്കെ വന്നിട്ട് ഇന്നലെ മെനിഞ്ഞാന്ന് വന്നിട്ട് കുറേ ചക്ക വെട്ടിയിട്ടുണ്ട്. അതുണ്ട്. ആ കാപ്പിയെല്ലാം ഒടിച്ചിട്ട് ആന വന്നിട്ട് ഒടിച്ച് വെച്ചാൽ. ഏതാ? അതാ ഈ കാപ്പി മുഴുവനും ആന വന്ന് ഒടിച്ച് വെച്ചാൽ. എൻ്റെ കമ്പ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒടിഞ്ഞു അത് പോകുന്ന വഴിക്ക് കമ്പ് മുഴുവനും ഒടിച്ചിട്ടുണ്ട്. ഈ പ്ലാവേന്നാ കുറച്ച്? ഈ പ്ലാവിന്. ഇത് മൊത്തം പറിച്ച് തിന്നാണോ? ഞങ്ങൾ കൊത്തി താഴെ ഇട്ടത്. എന്നിട്ട് പിന്നെ അടിയിൽ വന്ന് പൊറുക്കി തിന്ന്. അത് പ്ലാവ് കളയാതിരിക്കാൻ വേണ്ടിയില്ലേ? പ്ലാവല്ല, അത് കുലുക്കി കഴിഞ്ഞാൽ എന്താവും അറിയോ? ചക്ക മുഴുവൻ തെറിച്ച് ദൂരെ പോകും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി തോട്ടത്ത് കൂടി ഞാൻ എല്ലായിടത്തും പോകും. അന്നേരം ഉള്ള മറിച്ചാൻ കിട്ടാല്ലേ? ആവശ്യമുള്ളത് എടുത്തോണ്ട് പോകും. എന്നിട്ട് പിന്നെ നമ്മൾ പെറുക്കിയിട്ട് അവിടെ ആ കളത്തിൽ അവിടെ ഒരു കളമുണ്ട്. അതിൻ്റെ അത് കൊണ്ടിട്ട് അവിടെ വന്നിട്ട് അത് മുഴുവൻ തിന്നു പോയി. അല്ലേ? അങ്ങനെയാണ് പിന്നെ മീറ്റർ ബോർഡൊക്കെ കുത്തിപ്പൊളിച്ച്. മീറ്റർ ബോർഡ് കുത്തിപ്പൊളിച്ച്
അതുകൊണ്ട് ആ പൈപ്പിൻ്റെ കുറ്റിയെല്ലാം ചവിട്ടി പൊളിച്ചതാണ്. ഇതാണോ പറഞ്ഞ ആന കളഞ്ഞത്. അത് ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാന്തി വെച്ചതാ. ആണോ? ഇപ്പം വെള്ളടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ആ കുറ്റി ഇതിലേക്ക് എങ്ങനെ ഈ വഴിക്കൊക്കെ ഈ വഴിക്കെല്ലാം തോട്ടം മുഴുവൻ നടക്കും അത്. ആണല്ലേ? ഇതന്നെ പ്ലാവ് വെട്ടിക്കളഞ്ഞാണോ? ആ പ്ലാവ് കൊടുത്താ. ആണല്ലേ? ആനശല്യം കാരണം. ആനശല്യം കാരണം മൊത്തം പ്ലാവ് ഒഴിവാക്കാം അല്ലേ? മൊത്തം പ്ലാവ് സകല സ്ഥലത്തും ആളുകൾ പ്ലാവ് ഒഴിവാക്കാം അല്ലേ? ഒഴിവാക്കുക. ഈ വർഷത്തെ കാപ്പി പറിക്കലൊക്കെ കഴിഞ്ഞാണ്? ഈ വർഷത്തെ കഴിഞ്ഞു. അത് ഏത് മാസമാണ്? ജനുവരി. ജനുവരി ആകുമ്പോഴേക്കും കഴിയും. ആണല്ലേ? ഈ അഞ്ചേക്കറിന്ന് എത്ര കിൻഡല് കാപ്പി ഉണ്ടായിരുന്നു? അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഈ പ്രാവശ്യം ഇവിടെ ഇട്ടില്ലായിരുന്നു കളത്തിൽ. പുള്ളീൻ്റെ വീട്ടിൽ കൊണ്ട് ഉണക്കുക ചെയ്ത. ഓഹോ. ഇവിടുന്ന് കാപ്പി മോശം പോകുന്നുണ്ട്? ഇല്ലില്ല, അതുകൊണ്ടല്ല. അവിടെ പിന്നെ സൗകര്യമാക്കി പുള്ളി. ആണല്ലേ? ആ വീടിൻ്റെ അടുത്ത് തന്നെ. ഓഹോ. ഇവിടെ ആകുമ്പോൾ പിന്നെ രാത്രി ഒരാൾ കാവൽ വെക്കണം. വീട്ടിൽ കാപ്പിക്ക് ഇത്രയും വിലയും കൂടെ ഉള്ളതുകൊണ്ട് വിലയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ടല്ല. അവിടെ പിന്നെ സൗകര്യമാകുമ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ ഒന്ന് ഉണക്കി കഴിഞ്ഞിട്ട് ഒന്ന് കയറ്റി പോകണം. അതെല്ലാം വലിയ ബുദ്ധിമുട്ടല്ലേ. ഇതെന്താ സംഭവം? ഇത് പുള്ളീൻ്റെ ഷെഡാണ്. ഓ. ആയുധങ്ങളും അത് ഇതൊക്കെ വെക്കാനല്ലേ. അതാണ് ആന കുത്തി പൊളിച്ചത്. അതാണ്ട് ആ ബോർഡോ? അതെന്തിനു കുത്തുന്നത്? എന്തിനാന്ന് ആരോട് ചോദിക്കുന്നത്? ഇതുണ്ട് ഈ ചക്ക മുഴുവൻ തിന്ന്. ഈ ചക്ക മുഴുവൻ ഞാൻ പെറുക്കി ഇവിടെ കൊണ്ടിട്ടതാ. ഈ ചക്ക മുഴുവൻ ഇത് മുഴുവൻ തിന്ന് വന്നിട്ട് ആ പോകുന്ന പോക്കിലാണ് ആ സാധനം കുത്തി. ചക്കക്കുരു ഒക്കെ കിടപ്പുണ്ടല്ലേ? ആ കുത്തി എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞു. അതെന്തിനു ചെയ്താ? അത് എന്തിനു ചെയ്താന്ന് ഇപ്പം ആരോട് ചോദിക്കുന്നത്? അതുകൊണ്ട് കൊമ്പും കൊണ്ട് കുത്തിയാ. ബോർഡല്ലേ? പിന്നെ അത് കറണ്ട് ഉണ്ടായിരുന്നോ? ആ കറണ്ട് പിന്നെ ആ വയറ് വിട്ടുപോയില്ല. ഓഹോ. പൊളിച്ച് കളഞ്ഞല്ലേ? കുത്തി പൊളിച്ച് താഴ്ട്ട് കളഞ്ഞ്. എന്നിട്ട് ഞാനെടുത്ത് അത് അതേപോലെ തന്നെ അങ്ങനെ പൊളിഞ്ഞു പോയതാ? ഇതെല്ലാം അങ്ങനെ പൊളിച്ചു പോയതാ. ഇത് ആന കുത്തിയിട്ട് പൊളിച്ചു കളഞ്ഞു. ഇതല്ലേ ഈ കാണുന്നല്ലേ? ആ കാണുന്നല്ല ആന പൊളിച്ച. ഇതുണ്ട് ആ കാപ്പി മുഴുവനും ആന പൊളിച്ചതാ. ഇതിലേ കയറി വന്നേ? അല്ല, ഇതിൽ പോയതാ. ഇതിൽ കയറിയും വരും പോവുകയും ചെയ്യും. ഇതുണ്ട് അതെല്ലാം ആന മതി പൊളിച്ചതാ. ഈ കാപ്പി ഒടിഞ്ഞു പോയതാ? ഈ കാപ്പി ആന പൊടിച്ചതാ. അതാ ഇത് മുഴുവനും ഇതിലിങ്ങോട്ട് കയറി കാണും അല്ലേ? ഇതിൽ അങ്ങോട്ട് കയറില്ല, അവിടെ നിന്നിട്ട് പൊളിച്ചതാ. എന്നിട്ട് ഇതിൽ കയറി പോയി. അല്ല, ഇതിലിങ്ങോട്ട് കയറാൻ നോക്കി കാണാം. കയറാൻ നോക്കിയതാ. അതെ ഈ പൊളിഞ്ഞു പോയത്? പൊളിഞ്ഞു പോയ. ആ തുമ്പിയും കൊണ്ട് മാന്തിയാ. പകലൊക്കെ ഉണ്ടാവോ? പകലില്ല, പകല് നിൽക്കൂല. ഇല്ലേ? രാത്രി ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോകും. ആണല്ലേ? പിന്നെ വേറെ എവിടെയാ? എന്താ ആ കാപ്പി കളഞ്ഞിട്ടുണ്ട്, ഈ ഒരു റക്ക കളഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഈ പോകുന്ന വഴിക്കുള്ള കാപ്പിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകും. ഇവിടെ താഴേക്ക് കുളമുണ്ടോ? താഴെ കുളമുണ്ട്. അല്ലേ? ഇതിലല്ലേ ഇറങ്ങിപ്പോയേ? ഇതിലേ ഇറങ്ങിപ്പോയേ. നമ്മുടെ ആനപ്പിണ്ടമുണ്ട് കേട്ടോ, അതുകൂടെ കാണാം. വഴി കൂടെയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ആന നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അത് അവിടെ ഒരു കളത്തിൽ ഞാൻ ഇതുപോലെ കാവലായിരുന്നു കാപ്പിക്ക്. അവിടെ വന്നിട്ട് ആന കളത്തിൽ കൂടി കാപ്പിയെല്ലാം താട്ടി കളഞ്ഞ് കുറേ. ആണല്ലേ? കാപ്പി തട്ടിക്കളഞ്ഞോ? കാപ്പി കളത്തിൽ എവിടെ? ആളവിടെ നാളെ കുറച്ച് താഴെ. ആണല്ലേ? അവിടെ ഒരു വേറെ ആളുടെ കാപ്പി ഇടുന്ന കളവുണ്ട്. ആ കളത്തിൽ കാപ്പി കാവലായിരുന്നു ഞാൻ കളത്തിൽ. അങ്ങനെ ഒരു ദിവസം രാത്രി ആന വന്നിട്ട് കളത്തിൽ കയറി വന്നു. അപ്പോൾ പട്ടിയുണ്ട് എൻ്റെ അടുത്ത്. പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നതുകൊണ്ട് എന്താക്കി ആന നേരെ ഓട്ടിങ് വന്നാൻ. ഞാൻ പിന്നെ ഓടി കഴിഞ്ഞു. അല്ലേ? അതിന് മുമ്പിലൊക്കെ വിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? ഓടി. അവിടെ പിന്നെ രണ്ട് കളമാണ്, അതുകൊണ്ട് പിന്നെ ഒരു കളം താഴെ ഒരു കളം മേലെയാണ്. താഴത്തെ കളത്തിലായിരുന്നു ആന, ഞാൻ മേലത്തെ കളത്തിലായിരുന്നു. അത് കാരണം പെട്ടെന്ന് ആനയ്ക്ക് മേലത്തെ കളത്തിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ പോയി. ഓടിച്ചിട്ട് അന്ന് വേറെ പരിക്കൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതിന് ശേഷം പിന്നെ ഉണ്ടായില്ല. അതിന് ശേഷം വന്നിട്ടാണ് പിന്നെ ഇതെല്ലാം പൊളിച്ചത്. ഇതെങ്ങനെ എല്ലാ മാസം എല്ലാ ദിവസവും ഉണ്ടോന്ന് പറയാം, അതേ വർഷത്തിൽ എല്ലാ സമയങ്ങളിലുള്ള? ഈ ചക്കൻ്റെ സീസണിലാണ് അത് അധികം. ചക്ക ആയി കഴിഞ്ഞാലാണ് കൂടുതൽ വരവ്. ഇപ്പം ഏകദേശം ചക്കയായില്ലേ? ഏറെക്കുറെ ചക്കയായി. മിക്കവാറും ദിവസങ്ങളിലേ ഈ ചക്കൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അങ്ങോട്ട് വരും. ഈ അത്തേന്ന് ഷോക്ക് അടിച്ചെങ്ങാനും ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? സംഭവിച്ചായിരുന്നെ എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അതെ.
നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലോ. ആ വയറ് വിട്ടായിരുന്നെങ്കിൽ മോനെ ഷോക്ക് അടിച്ചാനെ. അതല്ലേ വയറ് വിട്ടുപോയില്ല. ഇതെന്താ സാധനം? ഇത് മോട്ടറിൻ്റെ. ആ മോട്ടറിൻ്റെ വെള്ളം അടിക്കുന്ന മോട്ടറിൻ്റെ. ഇത് 3 ഫേസാ? ആ 3 ഫേസ്. ഇത് മൊത്തം ചക്കക്കുരു അല്ലേ? ആ അത് മുഴുവൻ ഇഷ്ടം പോലെ ചക്ക തിന്ന് തുടങ്ങി തോന്നില്ലേ? ആ ചക്ക തിന്ന് തുടങ്ങി. ചക്കക്കുരു ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ഒരു ജൂൺ മാസത്തിൽ കണ്ട അതേ കാഴ്ച തന്നെ. അതല്ലേ ഇപ്പം നേരത്തെ ആയില്ലേ? ആ ഈ പ്രാവശ്യം നേരത്തെ ആയി. ചക്ക നേരത്തെ ആയപ്പോൾ ആനയെ നേരത്തെ ആയി. എന്താ അവിടെയൊക്കെ ഉണ്ട് പിണ്ടോ? അവിടെയൊക്കെ ഉണ്ട് പിണ്ടോ? ആ നേരെ അവിടെ ഉണ്ട്. നമുക്കിവിടെ കാണാം. ഇവിടെയും ഒക്കെ ചക്ക തിന്നിട്ടിരിക്കുന്നതാണ്. അവിടെ ആ ഒരു മീറ്ററാണ്, കറണ്ടിൻ്റെ മീറ്ററാണ് ആന കുത്തി തറഞ്ഞത്. അതെന്തിനാണ് അത് ചെയ്തതെന്ന് ആനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെ വേണ്ട, ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതപ്പോൾ ഏത് വഴിക്കാ? എതിരെ അക്കരെ വരുന്നത്. ഇതിൻ്റെ അപ്പുറം ഫോറസ്റ്റാ? ആ അത് ഫോറസ്റ്റ് അല്ല, അത് അവിടെ അങ്ങ് കാണുന്നുണ്ടോ? തിരുനെല്ലി ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. ആ തിരുനെല്ലി ഫോറസ്റ്റ് അല്ലേ? ഇത് വരണമാണ് അപ്പപ്പാറ. അപ്പപ്പാറ വരുന്നത്. ഒരാനയാണോ കുറേ ഉണ്ടോ? ആന ഒന്നാണോ വരുന്നത്, രണ്ടാണെന്ന് വരുന്നത് ഇപ്പം ആരോട് ചോദിക്കുന്നത്? ഈ രാത്രി സമയമല്ലേ? അതെ അതെ. പേടിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? പേടിച്ച് തന്നെ ജീവിക്കല്. എന്നാ ഒച്ച കേട്ടാൽ അങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങാൽ അങ്ങനെ വളരെ ചുരുക്കമേ ഉള്ളൂ പുറത്തിറങ്ങൽ. ആനയൊക്കെ ആയതുകൊണ്ട് അല്ലേ? അതെ അതെ. ഇപ്പം പല സൈസ് ആനകളുണ്ടല്ലോ. അവർ ഷോളറൊക്കെ കെട്ടി വിട്ട ആനകളുണ്ട്, ശല്യം ചെയ്യുന്ന ആനകളുണ്ട്. ഏതാ ആന വരുന്നതെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യനെ കൊല്ലുന്ന ആനയാണെങ്കിൽ. ആ അതെ. ഇതെന്താ മുകളിലേക്ക് സ്റ്റെപ്പ്? ഇവിടെ കസാര ഇട്ടിരിക്കുമോ രാത്രി? അത് രാത്രി ഇവിടെ കാവലുള്ളപ്പോൾ. അതെ, അതിൻ്റെ മുകളിൽ ഇരിക്കും. അങ്ങനെ അതിൻ്റെ മുകളിൽ ഇരിക്കും. അയ്യോ, അപ്പോൾ എങ്ങനെ ഇരിക്കും? കാപ്പിയൊക്കെ ഇടുമ്പോൾ, കാപ്പി ഉണങ്ങാനിടുമ്പോൾ. ആ ആ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഇരുന്നപ്പോൾ ആന വന്നിട്ടുണ്ട്? ഇല്ലല്ലോ, ഈ പ്രാവശ്യം ഇട്ടില്ലല്ലോ. ഈ പ്രാവശ്യം ഇട്ടില്ല. കാപ്പി ഇടുമ്പോൾ ഇവിടെ ഇടുമ്പോൾ ആന അങ്ങനെ കാപ്പി ഇടുമ്പോൾ വന്നിട്ടില്ല. ലൈറ്റ് ഇടുമായിരിക്കും അല്ലേ? ലൈറ്റ് ഇടും. ഇതിപ്പോൾ സാധാരണ ലൈറ്റ് ഇട്ടാലും ഒരു പ്രശ്നമില്ല. ഇല്ലല്ലേ? ആ അന്ന് ഞാൻ പറഞ്ഞില്ല, അത് നല്ല ലൈറ്റെല്ലാം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലത്തിലല്ലേ? കാപ്പി കളത്തിലല്ലേ? കാപ്പി കളത്തിൽ കയറി വന്നു. അതുപോലെ ഒത്തിരി അനുഭവങ്ങളല്ലേ? ആ ഒത്തിരി അനുഭവങ്ങളാണ്. ഇതാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഇതൊക്കെ ചെറിയൊരു കാഴ്ചകളാണ്. അതെ. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാഴ്ച മാത്രമാണ്. നമ്മൾ എന്താ പറയുക, നമുക്ക് കാണാനായിട്ട് ഒത്തിരി ഇല്ലെങ്കിലും പക്ഷേ ഇവിടെ അനുഭവിക്കുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഈ കാപ്പിയുടെ ആണെങ്കിലും കൊമ്പൊക്കെ ഒടിഞ്ഞത് നമുക്കിതിൻ്റെ ഈ 5 ഏക്കർ സ്ഥലത്ത് മുഴുവനായിട്ടും പോയി കാണിക്കാനൊന്നും പറ്റില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലെ കാപ്പിയ കൊമ്പൊടിഞ്ഞ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കാപ്പിക്ക് നല്ല വിലയായിട്ട് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാപ്പി നശിച്ചു പോകുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് കർഷകർക്കും വരുന്നത് കേട്ടോ. ഇപ്പോൾ ആന തിന്നാത്ത ഒരേ ഒരു സാധനം കാപ്പി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ മറ്റ് വിളകളൊക്കെ ഒഴിവാക്കി ഇപ്പോൾ കാപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കാപ്പി മറ്റ് സാധനങ്ങൾ തിന്നാനായിട്ട് ആന വരുമ്പോൾ കാപ്പി തൈകൾ ഒടിഞ്ഞു പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ചക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ചക്ക എല്ലായിടത്തും ഒഴിവാക്കി. ഇപ്പോൾ മിക്ക ആളുകളും ചക്ക മൊത്തം ഒഴിവാക്കി. ഇപ്പോൾ ചക്കയൊന്നും ഒരു പറമ്പിലും കാണാനില്ല. എല്ലാവരും പ്ലാവടക്കം വെട്ടി കളയാണ്, അല്ലെങ്കിൽ ചക്കയൊക്കെ നേരത്തെ പറിച്ച് കളയാണ്, അല്ലെങ്കിൽ പറിച്ച് തീർക്കുകയാണ്. ഇതൊക്കെയാണ് ആനനെ പേടിച്ച് ഉള്ളൊരു ജീവിതമാണിപ്പോൾ വയനാട്ടിൽ പല കർഷകരുടെയും കാര്യം പറയുകയാണെങ്കിൽ. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.